നമ്മുടെ പാറ്റകൾക്ക് പോലും ഇതിനേക്കാൾ വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കാറുള്ള ഈ ഒരു കാലത്ത് 91 പേരുടെ മരണം ഇവർ ഒളിച്ചു വെക്കേണ്ട കാരണം എന്താണ്? നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു ഇന്റർനാഷണൽ മീഡിയയും ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നില്ല. പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാൻ സൈന്യം അക്ഷരാർത്ഥത്തിൽ ജനങ്ങളെ കൊന്നൊടുക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? കുതിച്ചുയർന്ന വൈദ്യുതി ബില്ലുകൾ, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, അഴിമതി, ഉയർന്ന ജീവിത ചെലവ് എന്നിവയാൽ അവിടുത്തെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. റാവൽകോട്ട്, മുസാഫറാബാദ്, പുഞ്ച് തുടങ്ങിയ സ്ഥലങ്ങളിൽ ജനങ്ങൾ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ജമ്മു കാശ്മീർ ജോയിന്റ് അവാമി കമ്മിറ്റിയാണ്. പാകിസ്ഥാൻ തങ്ങളുടെ ഭീകരവിരുദ്ധ നിയമപ്രകാരം ഈ സംഘടനയെ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയുമാണ്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഒരു പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ അങ്ങനെ പ്രഖ്യാപിക്കാവുന്നതേ ഉള്ളൂ. ഈ പ്രതിഷേധക്കാർ മുന്നോട്ട് മാർച്ച് ചെയ്യവെയാണ് സുരക്ഷാ സേന അവരെ കൊലപ്പെടുത്തിയത്. ഈ വിഷയത്തിൽ ലഭിച്ച അന്താരാഷ്ട്ര മാധ്യമ ശ്രദ്ധ തികച്ചും വട്ടപൂജ്യമാണ്. ഇതുവരെ 91 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. ഒരുപക്ഷെ മരണസംഖ്യ അതിലും കൂടുതലാകാം. അവർക്കല്ലാതെ മറ്റൊരാൾക്കും ഇതിന്റെ യഥാർത്ഥ വിവരങ്ങൾ അറിയില്ല എന്നതാണ് സത്യം. നമ്മുടെ പാറ്റകൾക്ക് പോലും ഇതിനേക്കാൾ വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കാറുള്ള ഈ ഒരു കാലത്ത് 91 പേരുടെ മരണം ഇവർ ഒളിച്ചു വെക്കേണ്ട കാരണം എന്താണ്? പിന്നെ നമ്മുടെ ഇന്ത്യയിലെ പേപ്പർ ചോർച്ച കേസുകളിലൊക്കെ ഇവരൊക്കെ നല്ലവണ്ണം ഇടപെടുന്നുമുണ്ട്. ഡൽഹിയിൽ നിന്ന് വെറും 880 കിലോമീറ്റർ മാത്രം അകലെ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒന്നും തന്നെ പറയുന്നില്ല. കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്താൽ ബലൂചിസ്ഥാനിലെ സാധാരണക്കാർക്ക് യാതൊരു വിധത്തിലുള്ള അന്താരാഷ്ട്ര മാധ്യമ ശ്രദ്ധയും ലഭിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിൽ അന്താരാഷ്ട്ര വാർത്താ പ്രാധാന്യം ലഭിക്കാത്തത്? അവർ അതിന് അർഹരല്ലേ? അതോ അവരുടെ മരണം നിങ്ങൾക്ക് യാതൊരുവിധ പ്രയോജനവും നൽകുന്നില്ല എന്നതുകൊണ്ടാണോ നിങ്ങൾ അവരെക്കുറിച്ച് സംസാരിക്കാത്തത്? അതോ ഇന്ത്യയെ മാത്രം ടാർഗറ്റ് ചെയ്യണമെന്നൊരു അന്താരാഷ്ട്ര അജണ്ട നിങ്ങൾ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണോ? എന്ത് തന്നെയായാലും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ച് തന്നെ ആകണം. അവിടെ ജീവിക്കുന്നവരും മനുഷ്യരാണ്, അതുകൊണ്ട് മാത്രം.